പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമായിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും പരസ്പരം യുദ്ധക്കാഹളം മുഴക്കുന്നത് മറ്റ് രാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഇറാന്റെ ആക്രമണങ്ങൾക്ക് പകരം വീട്ടുകയാണിപ്പോൾ US ഇറാനിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ വൻതോതിലുള്ള വ്യോമാക്രമണത്തിലൂടെ. ഇതിന് പിന്നാലെ പുതിയ ഘട്ട ആക്രമണങ്ങളാണ് US ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആക്രമണം നടത്തുകയും ഹോർമോസ് കടലിടുക്ക് അടുത്ത അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചതായി പ്രഖ്യാപിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് മേഖലയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് നിലവിലെ സംഘർഷം വ്യാപിക്കുന്നത്. ഇറാന്റെ തുറമുഖ നഗരമായ ബദർ അബ്ബാസിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മേഖലയിലെ തങ്ങളുടെ നിരവധി സഖ്യകക്ഷികൾക്ക് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടായതായി US വ്യക്തമാക്കി. ഇറാനിലെ വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണങ്ങൾ ആരംഭിച്ചതായി US സൈന്യം അറിയിച്ചിട്ടുണ്ട്. വടക്കൻ നഗരങ്ങളായ ബദർ അബ്ബാസ്, സിറിക്, ചബഹർ, ജസ്ക്, അസാലുയി, ബുഷഹർ, ക്യുഷ് ദ്വീപ് തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിലാണ് ആക്രമണം കനപ്പിച്ചത്. ആക്രമണത്തിൽ ഇറാന്റെ ഒരു നാവികസേനാ ഉദ്യോഗസ്ഥൻ കൂടി കൊല്ലപ്പെട്ടു. ഇതോടെ കഴിഞ്ഞ 4 ദിവസത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 19ആയി. 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. US ആക്രമണങ്ങൾക്ക് തിരിച്ചടിയ ഗൾഫിലെ US കേന്ദ്രങ്ങളിൽ ഇറാൻ ശക്തമായ പ്രത്യാക്രമണവും നടത്തി. ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വ്യാപകമായി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി ഇറാനും അവകാശപ്പെട്ടു. എന്നാൽ ഖത്തറും കുവൈത്തും ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി അവകാശപ്പെട്ടു. ഒമാന്റെ ദുഃഖം തുറമുഖത്തിനും ഖത്തറിലെ വ്യോമതാവളത്തിനും നേരെ ഇറാന്റെ ആക്രമണങ്ങൾ നടന്നതായി അതത് രാജ്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ US ആക്രമണം രൂക്ഷമായിരുന്നു. മിസൈൽ, ഡ്രോൺ ലോഞ്ച് കേന്ദ്രങ്ങൾ, ആയുധ ഡിപ്പോകൾ, കമ്മ്യൂണിക്കേഷൻ ശൃംഖല തുടങ്ങിയ കേന്ദ്രങ്ങളായിരുന്നു പ്രധാനമായും US ലക്ഷ്യമിട്ടത്. അതേസമയം ഹോർമൂസ് അടച്ചെന്ന് ഇറാൻ ഇന്നലെ രാവിലെ പ്രഖ്യാപിച്ചിരുന്നു. ഹോർമൂസിന്റെ നിയന്ത്രണം തങ്ങൾക്കായിരിക്കുമെന്നും ഇതിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ചാർജ് ഈടാക്കുമെന്നും ഇറാൻ അറിയിച്ചു. ഏകപക്ഷീയ കരാറുകളുടെ യുഗം അവസാനിച്ചെന്ന് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ കാലിബാഫ് അറിയിച്ചു. അതേസമയം ഹോർമൂസ് തുറന്നു തന്നെ കിടക്കുകയാണെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹോർമൂസ് നിയന്ത്രിക്കുന്നത് ഇറാനല്ലെന്നും ഗതാഗതം സുഗമമാണെന്നും US സെൻട്രൽ കമാൻഡാണ് അറിയിച്ചത്. ഇറാൻ, ഒമാൻ വിദേശകാര്യമന്ത്രിമാർ ഹോർമൂസ് സംബന്ധിച്ച് ശനിയാഴ്ച ചർച്ച നടത്തിയിരുന്നു. കടന്നുപോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ കപ്പലുകൾക്കും ഹോർമൂസ് കടലിടുക്ക് തുറന്നിരിക്കുന്നുവെന്ന് US സേന അറിയിച്ചു. ഇറാന്റെ അനാവശ്യമായ ഭീഷണി നേരിടാനും നാവിഗേഷൻ സ്വാതന്ത്ര്യം ഉറപ്പാക്കാനും സേനയെ സജ്ജമാക്കിയിട്ടുണ്ടെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കുന്നത് ഇറാനല്ല, ഗതാഗതം സുഗമമാണെന്നും US സെൻട്രൽ കമാൻഡ് കൂട്ടിച്ചേർത്തു. ഹോർമൂസ് അടച്ചിട്ടിരിക്കുകയാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് US സൈന്യത്തിന്റെ പ്രസ്താവന. കഴിഞ്ഞ ആഴ്ച മുതൽ പുനരാരംഭിച്ച സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് ഹോർമൂസ് അടച്ചിട്ടതായി ഇറാൻ പ്രഖ്യാപിച്ചത്. ഇറാന് ഹോർമൂസ് കടലിടുക്ക് ആണവ ബോംബുകളേക്കാൾ പ്രധാനമാണെന്നും അത് സംരക്ഷിക്കുമെന്നും അവരുടെ പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവ് പറഞ്ഞു. ഈ തന്ത്രപരമായ പാത ഡസൻ കണക്കിന് ആണവ ബോംബുകളേക്കാൾ പ്രധാനമാണ്. ഇറാനിയൻ ഇസ്ലാമിക് റിപ്പബ്ലിക് അത് സംരക്ഷിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമൂസിൽ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാനും USഉം തമ്മിലുള്ള വെടിനിർത്തൽ അവസാനിപ്പിച്ച് സംഘർഷം പുനരാരംഭിച്ചത്. ഇറാനിൽ US ആക്രമണങ്ങൾ നടത്തിയതിനു പിന്നാലെ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലെ US കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് പ്രത്യാക്രമണങ്ങൾ നടത്തിയിരുന്നു. പിന്നാലെ രാവിലെയാണ് ഹോർമൂസ് അടയ്ക്കുന്നത് ഇറാൻ പ്രഖ്യാപിച്ചത്. എന്നാൽ ഹോർമൂസ് ഗതാഗതത്തിനായി തുറന്നിരിക്കുന്നുവെന്നും സംരക്ഷണത്തിന് തങ്ങളുടെ സൈന്യം ഉണ്ടാകുമെന്നാണ് US അവകാശപ്പെട്ടത്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സ്വതന്ത്രമായ ഗതാഗത പാതകൾ തുറന്നു കിടക്കുന്നു. ആഗോളതലത്തിൽ ചരക്കുകളുടെ ഊർജ്ജവും കടത്തിവിടാൻ വാണിജ്യ കപ്പലുകൾ ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര ജലപാതയ്ക്ക് മേൽ ഇറാന് നിയന്ത്രണമില്ല. കഴിഞ്ഞ 2 മാസത്തിനിടെ 800-ലധികം കപ്പലുകളുടെയും 400 ദശലക്ഷത്തിലധികം ബാരൽ ക്രൂഡ് ഓയിലിന്റെയും സുരക്ഷിതമായ യാത്രയ്ക്ക് US സേന സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 7 ദിവസത്തിനുള്ളിൽ 140 കപ്പലുകൾ ഈ കടലിടുക്കിലൂടെ കടന്നുപോയിട്ടുണ്ടെന്നും US പറഞ്ഞു. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ വീണ്ടും സംഘർഷം രൂക്ഷമായതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. അന്താരാഷ്ട്ര എണ്ണവിലയുടെ മാനദണ്ഡമായ ബ്രെന്റ് ക്രൂഡ് വ്യാപാരം ആരംഭിച്ചപ്പോൾ ഏകദേശം 3.5% ഉയർന്ന് ബാരലിന് $71 റിപ്പോർട്ടുകൾ പുറത്തുവന്നു. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന വിലയെ അപേക്ഷിച്ച് ഇത് ഏകദേശം 9% കൂടുതലാണ്. ലോകത്തെ മൊത്തം എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതവും ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.